NH44, അതായത് ഇത് ബാംഗ്ലൂരിലെ ഒരു നാഷണൽ ഹൈവേ ആണ്. നമ്മളെ ഹൊസൂർ ബാംഗ്ലൂർ ഹൊസൂർ ബന്ധിപ്പിക്കണ സംവിധാനമാണിത്. ഇത് ബാംഗ്ലൂരിൻ്റെ സൗത്ത് സൈഡിലാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ബാംഗ്ലൂരിനെ 4ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സൗത്ത്, ബാംഗ്ലൂർ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെ ഭാഗിച്ചിട്ടാണ് പൊതുവെ പറയാറ്. ഈ ഇപ്പം നിൽക്കുന്ന, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാരായണ ഹോസ്പിറ്റലിൻ്റെ, നാരായണ ഹൃദയാലയ എന്ന് പറയുന്ന വലിയ ആസ്പത്രിയുടെ പരിസരമാണ്. അവിടുന്ന് ആ ആശുപത്രിയുടെ മുൻഭാഗത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് ശാന്തിനഗർ ഭാഗത്തേക്ക്, അഥവാ ലാൽബാഗിൻ്റെ ഭാഗത്തേക്ക്, മാർക്കറ്റ് മെജസ്റ്റിക് ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നൊരു ഡയറക്ഷനാണത്. ഇപ്പോൾ ഈ ഒരു വളരെ ചെറിയ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ബൊമ്മസന്ദ്ര എന്ന സ്ഥലമായിരിക്കും. ഇപ്പോൾ ഈ 2025 സംബന്ധിച്ച് ബൊമ്മസന്ദ്രയ്ക്ക് ഈ നാഷണൽ ഹൈവേയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ബോഡി ബൊമ്മസന്ദ്ര ഭാഗത്തു നിന്നാണ് നമ്മുടെ പിങ്ക് ലൈൻ എന്ന മെട്രോ ലൈന് സ്റ്റാർട്ടാവുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം ഒന്ന് കാണിച്ചു തരുന്ന ഒരു വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്. പിങ്ക് ലൈന് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാൽ കുറച്ച് മുമ്പ് പറഞ്ഞ നാരായണ ഹൃദയാലയ എന്ന ആശുപത്രി ഇടതുഭാഗത്തായിട്ട് കാണാം. ഇവിടെ പ്രധാനമായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, മറ്റെല്ലാ രോഗങ്ങളുടെയും സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു ആശുപത്രി കൂടിയാണത്. അതിവിടെ ഇടതുഭാഗത്തായിട്ട് വരും. ഞാനിപ്പോൾ ഒന്ന് ആശുപത്രിയുടെ പുറംഭാഗം കാണിച്ചു തരാം. ഇതാണ് ആശുപത്രിയുടെ പുറംഭാഗം. ഇവിടെ നാരായണ ഹൃദയാലയ എന്ന സ്റ്റോപ്പ് പറയണം. ഈ ഒസൂർ റോഡ് ആദ്യം ഒരു ഒറ്റ വരി റോഡായിരുന്നു. പിന്നെ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം 2 വരി റോഡായി. ഇപ്പോൾ ഇത് വളരെ വിസ്താരമുള്ള റോഡുമാണ്. ഒരുപാട് വലിയ വലിയ വാഹനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ബൈക്കുകളും കാറുകളും സൈക്കിളുകളും കാൽനട യാത്രക്കാരും ഒക്കെ ഉള്ള ഒരു ഇപ്പം ഒന്ന് തിരക്ക് കുറഞ്ഞ സമയമാണ്. ശരിക്ക് പീക്ക് ഹവേഴ്സിൽ രാത്രി ഒരു 4:30-5 മണി മുതൽ രാത്രി ഒരു 10 മണി വരെയൊക്കെ നല്ല ഭയങ്കര ട്രാഫിക്. ഇപ്പോൾ ആ കയറിപ്പോയ ബസ്സില്ല, അത് ഇവിടുത്തെ BMTC സംവിധാനമാണ്. അതായത് ടൗൺ സർവീസ്. അത് പല നിറങ്ങളിലുണ്ട്. അത് പല നമ്പറുകളും പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ സ്ഥലത്തിൻ്റെ പേരും എഴുതിയിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമ്പർ സംവിധാനമുണ്ട്. ഇവിടെ സിറ്റിയിലെ സർവീസാണ് പ്രധാനമായിട്ട് BMTC ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത്
യാത്ര ചെയ്യുന്ന പോലെ തന്നെ പാസ് സംവിധാനങ്ങളുണ്ട്. ദിവസ പാസ്, മാസ പാസ്, അങ്ങനെയൊക്കെ. ഈ റോഡിൽ ഇത്രയൊക്കെ വണ്ടികൾ ഇങ്ങനെ തിക്കി തിരക്കി പോകുന്നുണ്ടെങ്കിലും പൊതുവെ എല്ലാവരും നിയമങ്ങളൊക്കെ വളരെ പാലിച്ചിട്ടാണ് ഇവിടെ പോവാറ്. അതുകൊണ്ട് തന്നെ കമ്പയറിംഗിൽ ആക്സിഡൻറ്റുകൾ കുറവാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ വണ്ടികളുടെ ആധിക്യം കൊണ്ടായിരിക്കാം. എന്നാലും പൊതുവെ വളരെ ക്രമീകരിച്ച സിസ്റ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പറഞ്ഞ പിങ്ക് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്താറായിട്ടോ, എബ്ബുകോടി ബൊമ്മസന്ദ്ര ആ ഭാഗത്തു നിന്നാണിത്. ബൊമ്മസന്ദ്രയാണ് ഈ സ്റ്റേഷൻ. ഇപ്പം നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ ഒരു പാലമുണ്ട്, ഒരു ഓവർ ബ്രിഡ്ജ്, അതിനോട് ചേർന്നിട്ടാണ് അതിൻ്റെ സ്റ്റേഷൻ. ഇപ്പം ഞാൻ വണ്ടി ആ പാലത്തുമ്പിലേക്ക് കയറ്റാൻ പോവാണ്. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് അതിൻ്റെ പിങ്ക് ലൈനിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതിന് പിങ്കിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 2025 പിങ്ക് ലൈൻ സർവീസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് സിറ്റിയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സിൽക്ക് ബോർഡ് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ബനശങ്കരി ഭാഗത്തേക്കാണ് കണക്ട് ആവുന്നത്. ഇതായി സ്റ്റേഷൻ. ഇതാണ് ബൊമ്മസന്ദ്ര സ്റ്റേഷൻ. ബൊമ്മസന്ദ്ര എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ. അവിടുന്ന് ഇതിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ ഇത് ബനശങ്കരി പോയി കഴിഞ്ഞാൽ പിന്നെ സിറ്റിയുടെ നാനാഭാഗങ്ങളിലേക്കും അവിടുന്ന് മെട്രോ കിട്ടും. അപ്പോൾ ഈ ഹൊസൂർ റോഡിൽ നിന്ന് പോകുന്നവർക്ക് ഈ മെട്രോ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് ഒരുപാട് കാലമായി. ഇതിൻ്റെ കൊറോണ സമയത്തൊക്കെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വളരെ ചെറിയ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഇത് ഞാൻ പൊതുവെ ഈ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് ഇടാനാണ് വിചാരിക്കുന്നത്. കാരണം ഞാനൊക്കെ പണ്ട് നാട്ടിലാവുമ്പോൾ സിറ്റിയെ പറ്റി ഇങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം.